ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് ഒരു മുതിർന്ന CPM നേതാവ് BJP-യിലേക്ക് പോകാൻ നീക്കങ്ങൾ നടത്തി എന്ന് പറഞ്ഞിരുന്നു. അതെന്താ നിങ്ങൾക്ക് കിട്ടാണ്ട് പോയി? നിങ്ങൾക്ക് എന്റെ പേരും കൊണ്ട് കളിക്കാൻ കുറെ നല്ല എളുപ്പത്തിൽ പുറപ്പെട്ടില്ലല്ലോ. സുധാരൻ പോകുന്നു. ഞാനല്ല പോകുന്നത്, EP ജയരാജനാണ്. EP ജയരാജന്റെ ചർച്ച കഴിഞ്ഞു. ചർച്ച പിന്നെ ഈ ശോഭ മുഖാന്തരം നടത്തിയ ചർച്ച നടന്നു. ചന്ദ്രശേഖരനും ചർച്ച നടന്നു. ഒരു പരിധി വരെ എല്ലാം കടന്ന് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജനെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താണ് എന്നറിയില്ല. പിന്നെ ഞാൻ ചോദിക്കുന്നത്, അതിനകത്ത് ആരാ CPM ഇവരെ BJP-കാരെ എന്നെ വിമർശിക്കുന്നവരാരാ? ഗോവിന്ദ മാഷുണ്ടോ? ഗോവിന്ദ മാഷ് അടുത്ത ദിവസം എല്ലാം ഒരു ചർച്ച കാണിച്ചു തരാൻ പറ്റും, സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ പറ്റുമോ? 6 മാസമായിട്ട് പുള്ളിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ. EP 6 മാസമായി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരൊന്നും BJP-യിലേക്ക് പോകുന്നു? ഞാനെന്ത് പഴിച്ചിട്ടാ നിങ്ങൾ ഈ പോകുന്നെന്ന് പറയുന്നതിന്റെ പൊരുള്? ആരെ ചർച്ച? ഗൾഫിൽ വെച്ചാണ് നടത്തിയത്. ഈ തൃശ്ശൂര് രാമനിലയത്തിലേക്ക് വിളിച്ചു എന്ന് പറയുന്നത് അതുണ്ടാകാം. പക്ഷെ ഗൾഫിലാണ് ഫസ്റ്റ് ചർച്ച നടന്നത്. ഗൾഫിലാണ്. അത് പിന്നീട് പറയാം. അങ്ങനെ കൃത്യമായിട്ട് എല്ലായിടത്തും അങ്ങ് പോയില്ല. നിങ്ങൾ പോയാൽ പിന്നെ വരില്ല. അതിനൊരു മധ്യവർത്തിയുണ്ട്. മധ്യവർത്തി തന്നെ നമ്മളിലൊക്കെ പറഞ്ഞ വിഷയമാണ്. മധ്യവർത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് ശരിയല്ല. ഒരു ഗവർണർ സ്ഥാനത്തെ കുറിച്ച് ചർച്ച നടന്നു എന്ന് മാത്രമേ എനിക്കറിയാം. മഹാരാഷ്ട്രയാണോ അല്ല വേറെ ഏതാണെന്ന് അറിയില്ല. ഗവർണർ സ്ഥാനത്തെ കുറിച്ചാണ് ചർച്ച നടത്തിയത്. രാജശേഖർ അടക്കം ചർച്ച നടത്തിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി വിശ്വസിച്ചിട്ടുണ്ടാവും പാവം. അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് കഴിഞ്ഞ ഞാൻ പറയാം ഗോവിന്ദ മാഷ് സെക്രട്ടറി ആയതോടുകൂടി തന്നെ EP വളരെ വളരെ അസ്വസ്ഥനാണ്. കാരണം സത്യത്തിൽ അതിൻ്റെ അകത്ത് പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആവേണ്ടുന്നത് മറ്റു പലതുകൊണ്ടും EP ആണ്. EP-ക്ക് അത് കിട്ടിയില്ല എന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയുണ്ട്. ഈ നിരാശ എന്നല്ലാതെ അദ്ദേഹം പാർട്ടിയിലെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളോട് ഓപ്പണായിട്ട് പറയാറുണ്ട്. അദ്ദേഹത്തിന് സൂക്ഷിക്കാനൊന്നും അറിയില്ല, രഹസ്യം സൂക്ഷിക്കാനൊന്നും അറിയില്ല. ഓപ്പണായി പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞവർ ഞങ്ങളുടെയൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് പുള്ളിക്കുള്ള അസ്വസ്ഥം പിണറായി വിജയനുമായിട്ടും തീരെ നല്ല ബന്ധത്തിലല്ല. ചന്ദ്രശേഖരൻ ഈ ചർച്ചയിൽ വെച്ച് രാജീവ് ചന്ദ്രശേഖരനെയാണോ ഉദ്ദേശിച്ചത്? അതെ. ശോഭ സുരേന്ദ്രനുമാണ് ഇതിന്റെ മധ്യവർത്തികൾ. ഗൾഫിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ചർച്ച നടത്തിയത്.